ഹലോ, ഐഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാക്കണ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഗ്രേവി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റ് അത് കഴിക്കാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി, പൊറാട്ട, നാൻ, അതുപോലെ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാക്കണ 1 കിലോ ചിക്കന്, എല്ലൊക്കെ ഉള്ള ചിക്കൻ എണ്ണ കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടി ചിക്കൻ ആട്ടോ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതാക്കണ ഞാനൊരു 3 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചാട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചിക്കൻ ഗ്രേവി മസാലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതാക്കണ നമ്മുടെ സവാള ഞാനിതാക്കണ ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടൊക്കെ തന്നെ ഒന്ന് ഞെരടി കൊടുത്താൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയതാണ്, ഞാൻ വേറൊരു തിരക്കിലായിപ്പോയി, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി ഞാൻ ചിക്കന് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം ഈ ചിക്കൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അത് വിട്ട് പോയാട്ടോ കാണിച്ചു തരാൻ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ടുള്ള ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് ഇടുന്നത് കാണിച്ചു തരാം എന്തൊക്കെ വേണ്ടതെന്ന്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് സാദാ മുളക് പൊടിയായിട്ട് ചേർത്ത്, പിന്നെ ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത്, ഇതിലോട്ട് ഇതാക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ചേർക്കട്ടോ. ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ക്യാമറ പെട്ടെന്ന് ഓഫായി പോയിട്ടോ, അതുകൊണ്ടാണ്. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചത്. നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പ്, ഒരു 4-5 ടീസ്പൂണൊക്കെ ഉണ്ടാവും സ്പൂണ്. അപ്പോൾ അതന്നെ. പിന്നെ ഞാനിതാക്കണം ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടോ. അതിന് ശേഷം ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ചെറിയ സ്പൂണിലിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കന് ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കനെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല പോലെ ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി വെച്ചാട്ടോ. ഇതെൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് ഒന്നായിട്ട് കാണിച്ചു തരാൻ പറ്റാഞ്ഞിട്ടാണ്. ഇനി ഞാനിതൊന്ന് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കണ്ട വെള്ളം ഇറങ്ങി വന്നത്, ഞാനൊരു തുള്ളി വെള്ളം ഇത് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ ചിക്കന് വേവണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ, നോക്കിക്കൊണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് 2 ടൊമാറ്റോയും ഒരു 2-3 പച്ചമുളകും 3 പച്ചമുളക് നെടുക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ റെഡി ആയി വരും. ഇപ്പോൾ ഇതാക്കണം 15 മിനിറ്റൊക്കെ ആയിന്.
നല്ല പോലെ നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില ഉള്ളവർക്ക് ഒന്നോ രണ്ടോ തണ്ടൊക്കെ ഇടട്ടെ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ കുറച്ചിട്ടത്. അപ്പോൾ അതുള്ളവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ തണ്ട് വരെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതാക്കണം എൻ്റെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഗ്രേവി മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.